ഒരുപാട് പേർക്ക് ഫുഡ് അലർജി ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് മുട്ടയും കപ്പലണ്ടിയും ഒക്കെ. പക്ഷേ ഈ രണ്ട് ആഹാര പദാർത്ഥങ്ങളും വളരെ ചെറുതിലേ തന്നെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. ഇവിടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി അലർജിക് ഫുഡൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വേണം കൊടുത്തു തുടങ്ങാനായിട്ട്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ ചെറിയ ലക്ഷണങ്ങൾ അവരുടെ ബോഡിയിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് ഇത് നമുക്ക് കുട്ടിയുടെ ശരീരത്തിന് യോജിക്കുന്ന ആഹാര പദാർത്ഥമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 6 മാസം തൊട്ടിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് സോളിഡ് ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ വളരെ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചായിട്ടാണ് നമ്മളിത് കൊടുത്തു തുടങ്ങുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മുട്ടയും അതുപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. വളരെ കുറഞ്ഞ അളവിൽ, അതായത് ഒരു 1/4 ടീസ്പൂൺ വേണം നമ്മൾ ആദ്യം കുഞ്ഞിന് ഇത്തരത്തിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും ലക്ഷണങ്ങൾ കുട്ടി കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. നോക്കിയതിന് ശേഷം മറ്റു ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഗ്രാജ്വലി നമുക്ക് ഈ ഒരു ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അലർജി ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഫുഡ്, അഥവാ ഒരു ദിവസം നമ്മൾ മുട്ട കൊടുത്ത് തുടങ്ങുവാണെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ പീനട്ട്സ് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജിയുടെ ലക്ഷണങ്ങൾ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഫുഡ് കാരണമാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഫുഡ് അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതായത് ചുണ്ടിലോ മുഖത്തോ ഒക്കെ തടിച്ച് പൊങ്ങുക, അല്ലെങ്കിൽ ദേഹത്ത് എവിടെയെങ്കിലും തടിപ്പ് ഫീൽ ചെയ്യുക, ചൊറിച്ചിൽ ഫീൽ ചെയ്യുക, അതും അല്ലെങ്കിൽ കുട്ടി കൊടുക്കുന്ന ഫുഡ് ഛർദ്ദിക്കുക, അതും അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടൽ പോലെയുള്ള ലക്ഷണങ്ങൾ കാണുക. ഇതിലേതെങ്കിലും ലക്ഷണം കുട്ടി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ഫുഡ് കുട്ടിക്ക് അലർജി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ഒരു ഫുഡ് കുഞ്ഞിന് വേണ്ടി കൊടുക്കാനായിട്ട് പാടില്ല. പകരം ഉടനെ തന്നെ നമ്മുടെ ഡോക്ടറിനെ, കുട്ടീൻ്റെ ഡോക്ടറിനെ ഈ വിവരം അറിയിക്കേണ്ടതുമാണ്.